ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു സാധ്യത വൻ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ പേപ്പറിൽ ഓൺലൈൻ മാധ്യമത്തിൽ ഞാനൊരു ന്യൂസ് കാണാൻ ഇടണ്ടായി. എനിക്ക് തോന്നുന്നു 17 ഇന്നലെ തന്നെയാ 16-ാം തീയതിയാണ്. അതിനകത്ത് പറയുന്നത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. അഭ്യസ്തവിദ്യർ എന്ന് പറഞ്ഞാൽ സിറ്റി മേഖലയാണ് കണക്കാക്കുന്നത്, റൂറൽ ഏരിയ അല്ല. ഇപ്പൊ കോഴിക്കോടൊക്കെ ഒരു സിറ്റി കാറ്റഗറി വരുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്ക് കൂടുതലാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത കുഴപ്പമില്ല കേരളത്തിലുള്ള ആളുകൾക്ക്, പക്ഷെ ജോലി കിട്ടുന്നില്ല. നല്ല അവര് ഉദ്ദേശിക്കുന്ന അവരെ എഡ്യൂക്കേഷന്റെ ആ ലെവൽ വെച്ചിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു പേ ഔട്ട് ഉള്ള ഒരു ജോലി അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്? അതിന് കുറെ കാരണങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോണ്ട. പക്ഷെ ഇപ്പൊ നമ്മളെ മുന്നിൽ കുറെ സാധ്യതകൾ, ഡയറക്ട് സെല്ലിങ്ങിന്റെ കുറെ സാധ്യതകളാണ് ഈ ഒരു കാരണത്താൽ തുറക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 2ാമത്തെ സ്ഥാനം അങ്ങനെയാണ് തൊഴിലില്ലായ്മന്റെ കാര്യത്തിൽ. കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിലില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന സമയത്ത് 2ാം സ്ഥാനമാണ് കേരളത്തിന് വരുന്നത്. ഇന്ത്യയിൽ 2ാം സ്ഥാനം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന് 2ാം സ്ഥാനം. അപ്പൊ അത്രയും ആളുകൾ തൊഴിലില്ലായ്മ പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം, നമ്മൾ ഡയറക്ട് സെല്ലർ എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചോളം അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ചെറുപ്പക്കാരൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് വരേണ്ട ആളുകളാണ്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വൻതോതിൽ വിജയം കൈവരിച്ച പല രാജ്യങ്ങളും, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ തലയിലെടുത്ത് വെച്ച് നടക്കുന്ന പല രാജ്യങ്ങളും, മലേഷ്യ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ നടന്നൊരു സംഭവം ഇവിടെ നടക്കാൻ പോവാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലേക്ക് ഇപ്പൊ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പല ആളുകളും വരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ, വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ പറയാം, നമ്മളെ സ്പോൺസർ ഐ ഡി ചോദിച്ച് അവർ വന്ന് അവരെന്നെ ഫില്ല് ചെയ്ത്, അവരെന്നെ ഫോം ഫില്ല് ചെയ്ത് ഓഫീസ് കൊടുത്ത്, അവരെന്നെ പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത്, അവരെന്നെ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരു സപ്പോർട്ടും ചെയ്യേണ്ട, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് എല്ലാം ചെയ്തോളൂ. വിത്തൗട്ട് ലീഡർഷിപ്പ്, അതായത് ലീഡർമാരെ സപ്പോർട്ട് ഇല്ലാണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജനറേഷൻ വരാനിരിക്കുന്നുണ്ട്. വിത്തിൻ 2 or 3 years അതിനുള്ളിൽ നടന്നിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഒരു വെൽ സെറ്റിൽഡ് ലീഡറായി മാറണം.